ഈ വിധി പ്രസ്താവത്തെ, അതായത് ശിക്ഷാവിധിയെ സ്വാഗതം ചെയ്യുന്നു. ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയാണ് നൽകിയത് എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷനാണ് ഇക്കാര്യത്തിൽ തീർപ്പ് പറയേണ്ടത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത് തൃപ്തികരമാണോ അല്ലയോ? കാരണം ജീവപര്യന്തം ആണ് ആവശ്യപ്പെട്ടത്. ജീവപര്യന്തം 14 വർഷം എന്നുള്ളതാണോ, അല്ല യഥാർത്ഥത്തിൽ ജീവിതകാലം മുഴുവനുള്ളതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ നിയമപരമായ ഒരു തീർപ്പിലേക്കൊന്നും എത്തിയിട്ടില്ല. നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയാണ്. ജീവിതകാലം മുഴുവനുമുള്ള തടവാണ്, ജീവപര്യന്തം തടവാണ് എങ്കിൽ അതിനേക്കാൾ പ്രധാനമാണ് 20 വർഷമല്ല. അപ്പോൾ ആ നിലയ്ക്ക് 20 വർഷത്തെ തടവാണോ? ഇപ്പോൾ മന്ത്രി പറഞ്ഞത് ജീവപര്യന്തത്തേക്കാൾ വലിയ ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ്. 20 വർഷം എന്നുള്ളതാണ്, മറ്റത് 14 വർഷം എന്നുള്ളതാണ്. ആ നിലയ്ക്ക് കാണണോ, അതോ ഇത് 20 വർഷം പോരാ, ജീവപര്യന്തം തടവാണ് പരമാവധി ശിക്ഷ എന്നുള്ള നിലയ്ക്ക് കാണണോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ പ്രോസിക്യൂഷനാണ് പറയുന്നത്. സംവിധായകൻ എം.എ. നിഷാദ് സംസാരിക്കുന്നത്. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്. അത് സത്യം പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന് കൊടുക്കുന്ന നല്ലൊരു മെസ്സേജ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. വലിയ വിമർശനമായി ഉയർന്നത് ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളതാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ സംസാരിക്കണം. ഒരു കോടതിയുടെ മുന്നിൽ വരുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാളെ കുറ്റവാളിയാക്കുകയോ ശിക്ഷിക്കപ്പെടുകയോ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അത് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഈ ഗൂഢാലോചന കുറ്റമാണ് ദിലീപിനെതിരായിട്ട് ചാർത്തിയിരിക്കുന്നത്. അത് ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളത്, ഗൂഢാലോചന തെളിയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പഴയ 120B-യും ഇപ്പോഴത്തെ BNS അനുസരിച്ചുള്ള 61-ഉമാണ്. അപ്പോൾ ആ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കിനിയിപ്പം അതായത് സർക്കംസ്റ്റൻസസ് ഒരുപാട് നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. അതായത് തെളിവില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ കോടതി വെറുതെ വിടുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിതിൻ, യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് കോടതിയുടെ കമന്റുകൾ? അത് അങ്ങനെ വല്ല കമന്റ് ഉണ്ടായി? നേരത്തെ ഇത് സെൻസേഷണൽ ആവുന്നു എന്നതുകൊണ്ട് ഇതിൽ പ്രത്യേകതയൊന്നുമില്ല എന്ന് കോടതി പറഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ നിർഭയ കേസ് പരാമർശിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപിച്ചുകൊണ്ട് എന്തൊക്കെയാണ് കോടതിയിൽ ജഡ്ജി പറഞ്ഞത്? ഇതിൽ നിരവധി കമന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷ വിധിക്കുമ്പോൾ അത് ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. മുജിത്തപ്പ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കോടതിക്കകത്ത് നിന്നും ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് കണ്ട അല്ലെങ്കിൽ നേരിട്ട് കേട്ട മുജിത്തപ്പ കോടതിക്കുള്ളിൽ എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെ പരാമർശങ്ങളാണ്? ഇപ്പോൾ കൂടുതൽ ചില പരാമർശങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പരാമർശങ്ങളാണ് കോടതി പറഞ്ഞിട്ടുള്ളത്? ഏതൊക്കെ തരത്തിലാണ് ഇവർ ശിക്ഷ അനുഭവിക്കേണ്ടത്? ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസ് തുടങ്ങുമ്പോൾ കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്. സമൂഹത്തിൽ ഉണ്ടാക്കിയ ഈ കേസിന്റെ വലിയ സ്വാധീനം, സെൻസേഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലും ഈ കേസിന്റെ വിധി പ്രസ്താവത്തിലോ അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുന്നതിലോ കുറ്റകൃത്യം പ്രതികളെ കുറ്റക്കാരാണെന്ന് വിധിക്കുന്നതിലോ ഉണ്ടായിട്ടില്ല. കോടതി അത്തരം സ്വാധീനങ്ങൾക്ക് വഴങ്ങാൻ പാടില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ഈ കേസിന്റെ നടപടികളിലേക്ക് പോകുന്നത്, ശിക്ഷ വിധിക്കുന്നതിലേക്ക് പോകുന്നത്. ഒരു കാര്യം കൂടി കോടതി വളരെ പ്രധാനമായി തന്നെ പറയുന്നുണ്ട്. ഈ പ്രതികളുടെ പ്രവൃത്തി സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്തതായിരുന്നു എന്ന വസ്തുത കോടതിക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. ഇരയായ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനുള്ള അവകാശം ലംഘിക്കപ്പെടുകയും അവരിൽ ഭയവും അപമാനവും നിസ്സഹായ അവസ്ഥയും ഉണ്ടാക്കുകയും ചെയ്തു. ഇത് മാനസികാഘാതവും ഈ അതിജീവിതയ്ക്ക് ഉണ്ടാക്കിയെന്നൊരു കാര്യം വിസ്മരിക്കാൻ കഴിയില്ല. അത് കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വെവ്വേറെ കുറ്റങ്ങൾക്ക് വെവ്വേറെ ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, അത് 376D എന്ന് പറയുന്ന കൂട്ടബലാത്സംഗം, അതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായി. രണ്ട് കുറ്റങ്ങളിൽ ഒന്ന് 376D ആണ്. അതിനകത്ത് ഈ കുറ്റകൃത്യം ചെയ്ത മുഴുവൻ പ്രതികൾക്കും 1 മുതൽ 6 വരെയുള്ള ആളുകൾക്ക് 20 വർഷം കഠിന തടവ്, ഓരോരുത്തരും 50,000 രൂപ പിഴയും അടക്കണം. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കുകയും വേണം. മറ്റൊരു കാര്യത്തിൽ 120B എന്ന് പറയുന്ന കുറ്റകൃത്യത്തിൽ ക്രിമിനൽ ഗൂഢാലോചന, ആ കേസിനകത്ത് കൃത്യമായി തന്നെ കോടതി പറയുന്നു. അതിനും സമാനമായ രൂപത്തിൽ 20 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ആ കേസിനകത്തും കോടതി 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് വിധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, 354B, 366 തുടങ്ങിയ വകുപ്പുകൾക്ക് പ്രത്യേകമായി ശിക്ഷ വിധിക്കുന്നില്ല എന്ന് കൂടി കോടതി പറയുന്നുണ്ട്. മറ്റൊരു വകുപ്പ് IT ആക്ട് പ്രകാരമാണ്. ഈ ദൃശ്യങ്ങൾ പകർത്തുകയും അതോടൊപ്പം തന്നെ അത് സൂക്ഷിക്കുകയും ചെയ്തതിന് 3 വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ കുറ്റത്തിന് പ്രത്യേകമായി തന്നെ ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു. അത് 10 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുമാണ്. 50 വർഷം
തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം കഠിന തടവും അതോടൊപ്പം തന്നെ 25,000 അടച്ചില്ലെങ്കിൽ 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം എന്നുള്ളതാണ്.